സുവിശേഷത്തിൻ ദീപതെളിച്ചം ആത്മാർപ്പണം വചനം സത്യം ജീവദായകം വചനം സത്യം ജീവദായകം വചനം സത്യം ജീവദായകം. അധ്വാനിപ്പവർ തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അധ്വാനിപ്പവർ തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. മന്ന 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 വിശ്വാസം സ്നേഹം പ്രത്യാശ തന്ന് വഴി നടത്തുന്നു അനുദിനവും. വിശ്വാസം സ്നേഹം പ്രത്യാശ തന്ന് വഴി നടത്തുന്നു അനുദിനവും. പാവനാത്മാവം ദൈവം വഴി നടത്തുന്നു അനുദിനവും. സ്നേഹത്താൽ വൈരം ശമിപ്പിക്കുവാൻ കരുണയാൽ ഉള്ളം തുറന്നിടുവാൻ. സ്നേഹത്താൽ വൈരം ശമിപ്പിക്കുവാൻ കരുണയാൽ ഉള്ളം തുറന്നിടുവാൻ. ഹൃദയത്തിൽ നന്ദി നിറഞ്ഞിടുവാൻ കണ്ണുകളറിവാൽ തിളങ്ങിടുവാൻ. ഹൃദയത്തിൽ നന്ദി നിറഞ്ഞിടുവാൻ കണ്ണുകളറിവാൽ തിളങ്ങിടുവാൻ. പാവനാത്മാവം ദൈവം വഴി നടത്തുന്നു അനുദിനവും. പാവനാത്മാവം ദൈവം വഴി നടത്തുന്നു അനുദിനവും. എവിടെ ഞാൻ പോയാലും നിന്റെ കൃപ അനുദിനം എന്നെ വഴി നടത്താൻ. എവിടെ ഞാൻ പോയാലും നിന്റെ കൃപ അനുദിനം എന്നെ വഴി നടത്താൻ. വചനമെന്നാവിൽ പിറന്നിടുവാൻ ദൈവത്തിനായി എന്നെ സമർപ്പിക്കുവാൻ. വചനമെന്നാവിൽ
ഞാൻ വയ്ക്കും ഓരോ ചുവടുകളും ദൈവഹിതമായി തീർന്നിടുവാൻ. ഞാൻ വയ്ക്കും ഓരോ ചുവടുകളും ദൈവഹിതമായി തീർന്നിടുവാൻ. പിന്നുള്ളം ദൈവ ഭയത്താലെന്നും എപ്പോഴും ആനന്ദമാടാൻ. പിന്നുള്ളം ദൈവ ഭയത്താലെന്നും എപ്പോഴും ആനന്ദമാടാൻ. പാവനാത്മാവം ദൈവം വഴി നടത്തുന്നു അനുദിനവും. പാവനാത്മാവം ദൈവം വഴി നടത്തുന്നു അനുദിനവും. വിശ്വാസം സ്നേഹം പ്രത്യാശ തന്ന് വഴി നടത്തുന്നു അനുദിനവും. വിശ്വാസം സ്നേഹം പ്രത്യാശ തന്ന് വഴി നടത്തുന്നു അനുദിനവും. പാവനാത്മാവം ദൈവം വഴി നടത്തുന്നു അനുദിനവും. പ്രിയപ്പെട്ട ശാലോം പ്രേക്ഷകരെ, ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യൻ അനുഭവിക്കുകയും ദൈവസ്നേഹത്തോളം മനുഷ്യൻ്റെ സ്നേഹം ഉയരുകയും ചെയ്യുന്ന ഒരു ധ്യാന ചിന്തയാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. കാലിത്തൊഴുത്ത് മുതൽ കാൽവരി വരെ ദൈവമക്കളെ സ്നേഹിച്ചു, ദൈവമക്കൾക്ക് വേണ്ടി ജീവിച്ചു, ദൈവമക്കൾക്ക് വേണ്ടി രക്ഷയുടെ അടയാളങ്ങളും അത്ഭുതങ്ങളും അവർക്കായി പങ്കുവച്ചു. ആ രക്ഷയുടെ ഭാഗമാണ് കാൽച്ചുവട്ടിൽ നിന്നും ആരംഭിക്കുന്ന സ്നേഹം ജീവിതാന്ത്യം വരെ. മറിയം മഗ്ദലേന യേശുവിൻ്റെ കാൽച്ചുവട്ടിൽ തന്നെ പൂർണ്ണമായും സമർപ്പിക്കുകയും ആ കാൽച്ചുവട്ടിൽ നിന്ന് അവളൊരു പുതിയ വ്യക്തിയായി, പുതിയ സ്നേഹ അനുഭവമായി എഴുന്നേറ്റ് ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതും നമ്മൾ തിരുവചനങ്ങളിൽ കാണുന്നു. ദൈവത്തിൻ്റെ ഈ സ്നേഹം യേശുവിൻ്റെ സന്നിധിയിലേക്ക് മറിയം മഗ്ദലേന എത്തുമ്പോൾ ദൈവത്തെ ഇത്രമാത്രം അറിയുകയോ സ്നേഹിക്കുകയോ ചെയ്തവളായിരുന്നില്ല. മറ്റു ലോകത്തിൻ്റെതായ പല ആഗ്രഹങ്ങൾക്കും വേണ്ടി, പല സന്തോഷങ്ങൾക്കും വേണ്ടി തന്നെ മറന്നവളും ദൈവത്തെ ഉപേക്ഷിച്ചവളുമായിരുന്നു. എന്നാൽ തന്നെ ജീവിതത്തിലേക്ക്, പുതിയൊരു വ്യക്തിത്വത്തിലേക്ക് നയിക്കുന്ന വചനമാണ് മറിയത്തെ യേശുവിലേക്ക് ആകർഷിച്ചത്. യേശുവിനെ ശ്രവിച്ച മറിയം യേശുവിന് മാത്രമേ തൻ്റെ ഈ ദുരവസ്ഥയിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കൂ, മോചിക്കാൻ സാധിക്കൂ എന്ന വിശ്വാസമാണ് യേശുവിൻ്റെ പാദത്തിലേക്ക് ഈ മറിയത്തെ നയിച്ചത്. മറ്റു പലർക്കും അത് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അവരതുകൊണ്ട് തന്നെ ചോദിച്ചു, ഇവൾ ആരാണ് എന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ഇവനത് അനുവദിക്കുമായിരുന്നോ? എന്നാൽ യേശു പറയുന്നു, അവളെ തടയേണ്ട. അവളെ എൻ്റെ സംസ്കാര ശുശ്രൂഷയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒരു സ്നേഹപ്രവൃത്തിയാണിത്. അതും നമുക്ക് പിന്നീട് കാണാൻ സാധിക്കും. ഈ മറിയം മഗ്ദലേന തൻ്റെ ബലഹീനമായ ജീവിതത്തിൽ നിന്ന് ആത്മവിശ്വാസത്തിൽ, ധൈര്യത്തിൽ ബലം പ്രാപിച്ചവളായി യേശുവിനെ അനുഗമിക്കുന്ന ഒരു മറിയത്തെ നമുക്ക് കാണാം. ഈ വിശ്വാസവും സ്നേഹവും യേശുവിൻ്റെ മാതാവായ പരിശുദ്ധ അമ്മയോട് ചേർത്ത് നിർത്തുകയും അമ്മയോട് ചേർന്ന് കാൽവരിയിലേക്ക് യേശുവിനെ അനുഗമിക്കുകയും ചെയ്യുവാൻ ഈ മറിയത്തെ പ്രേരിപ്പിച്ചു, മറിയത്തെ ശക്തിപ്പെടുത്തി.
മറ്റ് ശിഷ്യന്മാരൊക്കെ നീ എവിടെ പോയാലും ഞാൻ കൂടെ ഉണ്ടാകും, നിനക്ക് വേണ്ടി മരിക്കാനും തയ്യാറാണ് എന്ന് പറഞ്ഞ ശിഷ്യന്മാരൊക്കെ ഓടിപ്പോയപ്പോഴും തള്ളിപ്പറഞ്ഞപ്പോഴും സ്വയം രക്ഷിക്കാൻ വേണ്ടി മറഞ്ഞപ്പോഴുമൊക്കെ ഈ മറിയം പരിശുദ്ധ അമ്മയോട് ചേർന്ന് യേശുവിനെ അനുഗമിച്ചു. ആ മറിയത്തിൻ്റെ ആ സ്നേഹം, തനിക്കൊരു പുതുജീവൻ തന്ന, പുതിയ വ്യക്തിത്വം തന്ന ആ ദൈവത്തോടുള്ള കടപ്പാടാണ്, ദൈവത്തോടുള്ള നന്ദിയാണ്. ഇതുപോലൊരു സ്നേഹം, ഇതുപോലൊരു അനുഭവം മറിയത്തിൻ്റെ ജീവിതത്തിൽ ലോകത്തിൻ്റെ സന്തോഷം തേടിപ്പോയപ്പോഴോ സുഖം തേടി അന്വേഷിച്ച് നടന്നപ്പോഴോ ലഭിച്ചിട്ടില്ലാത്ത സമാധാനവും സന്തോഷവും മറിയത്തിന് ലഭിച്ചതുകൊണ്ടാണ് ആ രക്ഷ നൽകിയ, സന്തോഷം നൽകിയ ആ ദൈവപുത്രൻ്റെ പീഡാനുഭവത്തിൽ പോലും അനുഗമിക്കുവാൻ, പിന്നാലെ പോകുവാൻ മറിയത്തെ പ്രേരിപ്പിച്ചതും ശക്തിപ്പെടുത്തിയതും. കുരിശിൻ ചുവട്ടിലും നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നു. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഏതാനും സ്ത്രീകളെ, ആ സ്ത്രീകളോടൊപ്പം ഏറ്റവും അധികമായിട്ട് ആ സ്നേഹം ഇടമുറിയാതെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി, ഈശോയുടെ പാദത്തിങ്കൽ കണ്ണുനീരുകൊണ്ട് ക്രൂശിതനായ യേശുവിൻ്റെ പാദം തുടയ്ക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ ചിത്രങ്ങളിലുമൊക്കെ കാണുന്നു. അത് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചത് തന്നെ ആയിരിക്കാം. ഏതായാലും ഈ സ്നേഹത്തിൻ്റെ മുന്നിലാണ് ആ പരിശുദ്ധ അമ്മ ആ മകളുടെ സ്ഥാനത്ത് തന്നെ യോഹന്നാനെ മകനായി സ്വീകരിച്ചു. ഈ മകളുടെ സ്ഥാനത്ത് മറിയത്തെയും സ്വീകരിച്ചു. പാപത്തിൽ നിന്ന് മോചനം തേടിയ, ആ ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിച്ച ആ മറിയം പരിശുദ്ധിയായി ജീവിക്കാനുള്ള ആഗ്രഹമാണ്, ആ സ്നേഹമാണ് ആ കുരിശിൻ ചുവട്ടിൽ നമ്മൾ കാണുന്നതും കുരിശിൻ ചുവട്ടിൽ നമ്മൾ തിരിച്ചറിയുന്നതും. യേശുവിൻ്റെ ശരീരം കുരിശിൽ നിന്നിറക്കി മാതാവിൻ്റെ മടിയിൽ കിടത്തുമ്പോൾ ആ സ്നേഹ ചുംബനം കൊണ്ട് ആ ശരീരത്തിൻ്റെ രക്തപ്പാടുകൾ തുടയ്ക്കുന്ന ഒരു സ്ത്രീയെ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ഭാവനയിൽ കാണാം, അല്ലെങ്കിൽ നമ്മൾ ചിത്രങ്ങളിലൊക്കെ കാണുന്നുണ്ട്. ഈ മറിയത്തിൻ്റെ സ്നേഹം നമുക്ക് വർണ്ണിക്കാൻ പറ്റുകയില്ലാത്തൊരു സ്നേഹമാണ്. പരിശുദ്ധ അമ്മ കഴിഞ്ഞാൽ ഈശോയെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഒരു വ്യക്തിയായിട്ട് നമ്മൾ മറിയത്തെ കാണുന്നു. ഒപ്പം തന്നെ ഈശോയുടെ ശരീരം സംസ്കരിച്ചതിന് ശേഷം എല്ലാവരും ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോയി. മറിയവും സാപത്തിൻ്റെ നിയമം ലംഘിക്കാതിരിക്കാൻ വേണ്ടി അവൾ മടങ്ങിപ്പോയി. എന്നാൽ മറിയത്തിന് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞില്ല. പാതിരാ ആയിരിക്കുമ്പോൾ തന്നെ മറിയം എഴുന്നേറ്റ് കല്ലറയിലേക്ക് ഓടണമെങ്കിൽ അവളുടെ ആ സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല, ഭയമില്ല, ഉത്കണ്ഠകളോ ആദികളോ അസ്വസ്ഥതകളോ ഒന്നുമില്ലാത്ത ഒരോട്ടമാണ് ആ കല്ലറയിലേക്കുള്ള ഓട്ടം. ആ കല്ലറയിലെത്തിയ മറിയം ശൂന്യമായ കല്ലറ കാണുന്നു. ആ ദൂതന്മാരുടെ വെളിപ്പെടുത്തലെ സ്വീകരിച്ച മറിയം അവളെ കരഞ്ഞുകൊണ്ട് കല്ലറയെങ്കിൽ നിൽക്കുകയാണ്. കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആ മറിയത്തോടെ ദൂതന്മാർ പറയുകയാണ്, അവൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു, നീ നിൻ്റെ കർത്താവിൻ്റെ ശിഷ്യന്മാരോട് പോയി ഈ സദ്വാർത്ത അറിയിക്കുക. അവളുടനെ ഓടുകയാണ് ശിമയോൻ പത്രോസിൻ്റെയും യേശു ഏറ്റവും സ്നേഹിച്ച എന്നറിയാവുന്ന യോഹന്നാൻ്റെയും അടുത്തേക്ക്. അവിടെയും ചെന്ന് അവൾ പറയുന്നു, നമ്മുടെ കർത്താവിനെ കല്ലറയിൽ കാണുന്നില്ല, അവനെ അവരെടുത്തുകൊണ്ടുപോയി. അവളവിടെ യോഹന്നാനും പത്രോസും ഓടുകയാണ് കല്ലറയെങ്കിലേക്ക്. ഓടി വന്ന് അവരെ അകത്തേക്ക് നോക്കി, അകത്ത് പ്രവേശിച്ച് അവിടെ അവർ ഉറപ്പ് വരുത്തി യേശുവിൻ്റെ ശരീരം അവിടെ ഇല്ല എന്ന്. മറിയം ഈ ശിഷ്യന്മാർ തിരിച്ചു പോയപ്പോഴും മറിയം കരഞ്ഞുകൊണ്ട് പുലരാകുന്നതിന് മുൻപ് തന്നെ കല്ലറയെങ്കിൽ കരഞ്ഞുകൊണ്ട് കാത്തുനിന്നു. അവളുടെ ആ സ്നേഹം നമുക്ക് വർണ്ണിക്കാവുന്നതിലധികമാണ്. ആ സ്നേഹത്തിന് മുൻപിലാണ് ദൂതന്മാർ പറഞ്ഞു, നീ അന്വേഷിക്കുന്ന യേശു ഇവിടെ ഇല്ല എന്ന് പറയുമ്പോഴും മറിയം കരഞ്ഞുകൊണ്ട് കല്ലറയെങ്കിൽ നിൽക്കുന്നു. ആ ദൂതന്മാർ ചോദിക്കുന്നുണ്ട്, സ്ത്രീയെ നീ എന്തിനാണ് കരയുന്നത്? അപ്പോൾ ആ സ്ത്രീ പറയുകയാണ്, എൻ്റെ ഗുരുവിനെ എവിടെ വെച്ചു, ആര് കൊണ്ടുപോയി? എനിക്ക് ആ ഗുരുവിനെ വേണം, എൻ്റെ ഗുരുവിനെ എനിക്ക് വേണം എന്നുള്ള ആ വലിയ ആഗ്രഹത്തോടുകൂടി കരഞ്ഞുകൊണ്ട് അപേക്ഷിക്കുന്ന മറിയത്തിൻ്റെ പിന്നിലാണ് യേശുവിൻ്റെ സ്വരം. യേശുവും ചോദിക്കുന്നു, സ്ത്രീയെ നീ എന്തിനാണ് കരയുന്നത്?
നീ ആരെയാണ് അന്വേഷിക്കുന്നത്? തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് ആ മറിയം പറയുകയാണ്, എൻ്റെ ഗുരുവിനെ അവരെടുത്തു കൊണ്ടുപോയി. നീ അവനെ എടുത്തുകൊണ്ടുപോയോ? നീ അവനെ എടുത്തുകൊണ്ടുപോയെങ്കിൽ അവനെ എനിക്ക് തരിക, ഞാൻ കൊണ്ടുപോയിക്കോളാം. നമുക്കൊന്ന് ചിന്തിക്കാം. മനുഷ്യബുദ്ധിക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്, ഒരു സ്ത്രീക്ക് ഈ 33 വയസ്സുള്ള നല്ല ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ മൃതശരീരം എങ്ങനെ എടുത്തുകൊണ്ടു പോകാൻ സാധിക്കും? എങ്ങോട്ട് കൊണ്ടുപോകും? പക്ഷെ അവളുടെ സ്നേഹം, അവൾ പറഞ്ഞത് എന്താണ് എന്ന് പോലും അറിയാതെ അല്ല ചിന്തിക്കാതെയാണ് അവൾ പറയുന്നത്, എൻ്റെ ഗുരുവിനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ എനിക്ക് തരിക, ഞാൻ കൊണ്ടുപോയിക്കോളാം. അവളെ എങ്ങോട്ട് കൊണ്ടുപോകും, എവിടെ കൊണ്ടുപോകുമെന്നും ഒന്നും ചിന്തിക്കാതെ യേശുവിന് അവളുടെ സ്നേഹം മനസ്സിലായി, അവളുടെ ഹൃദയം മനസ്സിലായി. യേശു ആഗ്രഹിച്ച ആ ഒരു ദൈവപുത്രി, ആ സ്നേഹം കൊണ്ട് പാപങ്ങളെല്ലാം കഴുകപ്പെട്ടവള്, യേശുവിൻ്റെ കരുണയ്ക്ക് മുമ്പിൽ വിശുദ്ധീകരിക്കപ്പെട്ടവള്, അവൾ ആ വിശുദ്ധിയുടെ അനുഭവത്തിലാണ് പിന്നീടുള്ള അവളുടെ എല്ലാ ചലനങ്ങളും. അവിടെയാണ് യേശു പറയുന്നു, നീ കരയേണ്ട, നീ എന്നെ തടയാതിരിക്കൂ. ആ മറിയത്തിൻ്റെ സ്നേഹം ദൈവത്തിൻ്റെ പദ്ധതികളോട് അല്ലെ ദൈവത്തിൻ്റെ ആ ദൈവത്വത്തെയൊക്കെ പോലും തടയുന്ന, ദൈവത്തിൻ്റെ നീതിയെയും ദൈവത്തിൻ്റെ തീരുമാനങ്ങളെയും ഒക്കെ തടയുന്നതാണ് ഈ സ്നേഹം. അതുകൊണ്ടാണ് പറയുന്നത്, നീ എന്നെ തടയാതിരിക്കുക. ആ സ്നേഹത്തിൻ്റെ മുൻപിൽ ദൈവം തീരുമാനങ്ങൾ മാറ്റുന്നത് നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. പുതിയ നിയമത്തിലും സ്നേഹിക്കുന്ന അല്ലെ മാപ്പ് ചോദിക്കുന്ന, പശ്ചാത്തപിക്കുന്ന ഹൃദയങ്ങളുടെ മുൻപിൽ, വ്യക്തികളുടെ മുൻപിൽ ദൈവത്തിൻ്റെ ആ നീതിയും വിധിയും ഒക്കെ ദൈവം തിരുത്തുന്നു. ഇവിടെയും അതാണ് നമ്മൾ കാണുന്നത്. ആ മറിയം യേശുവിൻ്റെ ആ സ്നേഹത്തിനുള്ള മുമ്പിൽ യേശു പതറുകയാണ്, നീ എന്നെ തടയരുത്. ആ യേശുവിൻ്റെ ആ തിരുവചനം ശ്രവിച്ച, ആ സ്വരം ശ്രവിച്ച അവള് പിന്നീട് നമ്മൾ കാണുന്നത്, അവൾ പിന്നെ സന്തോഷവതിയായിട്ട് ഉദ്ധിതനായ ഈശോയെ കണ്ട ആനന്ദത്തിൽ, സന്തോഷത്തിലാണ് അവൾ മടങ്ങിപ്പോകുന്നത്. പത്രോസും യോഹന്നാനും കല്ലറയിൽ യേശു ഇല്ല എന്ന സത്യമാണ് അവർ തിരിച്ചറിഞ്ഞതും അവർ ആ ഒരു വിശ്വാസത്തിലാണ് തിരിച്ചു പോയതും. എന്നാൽ എൻ്റെ ഗുരുവും നാഥനുമായി ഈശോ ഉദ്ധിതനായിരിക്കുന്നു, അവനെ ഞാൻ നേരിട്ട് കണ്ടിരിക്കുന്നു, കണ്ട് അവനോട് സംസാരിച്ചിരിക്കുന്നു. ആ ഒരു ഭാഗ്യം, ആ ഒരു അഭിമാനം മറിയത്തിന് മാത്രം സ്വന്തമാണ്. പ്രിയമുള്ളവരെ, നമ്മളിവിടെ ഒരു കാര്യം ഓർക്കണം. നമ്മൾ എത്രമാത്രം പാപത്തിലും എത്രമാത്രം ബന്ധനത്തിലുമാണെങ്കിലും ദൈവത്തിൻ്റെ സ്നേഹം അത് വിശ്വസിക്കുകയും ആ സ്നേഹം സ്വീകരിക്കുകയും ചെയ്യുന്ന ആർക്കും നിരാശപ്പെടേണ്ടി വരികയില്ല. മാത്രമല്ല, ആർക്കും അവർ പഴയ അവസ്ഥയിലേക്ക് പോകുമെന്ന് ഭയപ്പെടേണ്ട. മറിച്ച് ദൈവത്തിൻ്റെ കരുണയിൽ, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ കൂടുതൽ ദൈവസ്നേഹ അനുഭവമുള്ളവരായിട്ട് മാറുവാനായിട്ട് സാധിക്കും. മറിയം നമുക്ക് തരുന്ന വലിയൊരു അനുഭവം അതാണ്. മറിയത്തെക്കുറിച്ച് നമ്മളെ കൂടുതൽ ചിന്തിച്ചാൽ ഇത്രമാത്രം ഒരു സ്നേഹം ദൈവത്തോട് പ്രകടിപ്പിച്ച ഒരു വ്യക്തിയെയും നമ്മൾ ചരിത്രത്തിൽ കാണുന്നില്ല. മറിയത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഈശോ പറയുന്നുണ്ട്, ഇവളെല്ലാവരിലും അധികമായി എന്നെ സ്നേഹിച്ചു, അതിനാൽ ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല, ഇവൾ ചെയ്ത ഈ പ്രവൃത്തികളെ എവിടെയെല്ലാം ലോകത്തിൻ ഏതെല്ലാം ഭാഗത്തുനിന്നെല്ലാം സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം ഇവൾ ചെയ്ത ഈ കാര്യവും പ്രഘോഷിക്കപ്പെടും. ഇതിനേക്കാൾ കൂടുതൽ എന്താണ് ഒരു വിശ്വാസിക്ക്, ഒരു ദൈവസ്നേഹിക്ക് ലഭിക്കാനുള്ളത്? നമുക്കും ഈ മറിയത്തെ പോലെ ദൈവത്തെ സ്നേഹിക്കുവാൻ, നമ്മുടെ കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് ചിന്തിച്ച്, അല്ലെ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് വന്നുപോയ പരാജയങ്ങളെക്കുറിച്ച് കുറ്റബോധത്തോടുകൂടി, പരാജയ ചിന്തയോടുകൂടി നമ്മൾ നിരാശരായി കഴിയാതെ പ്രത്യാശയോടുകൂടി ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ കാണുവാനും അവൻ്റെ കാൽപാദത്തിങ്കൽ വീഴുവാനും ആ സ്നേഹത്തോടുകൂടി സ്നേഹം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുവാനും നമുക്ക് സാധിക്കും. നമുക്കതിനുള്ള വലിയൊരു മാതൃകയാണ്, വലിയൊരു പ്രചോദനമാണ് ഈ 7 സാത്താൻ ആവസിച്ചിരുന്ന എന്ന് സുവിശേഷകൻ പറഞ്ഞിരിക്കുന്ന 7 ദുഷ്ടാരൂപിയെ ദൈവപുത്രൻ ഒഴിവാക്കിയ ഒഴിച്ച ആ മറിയം, അവൾ എത്രയോ പരിശുദ്ധിയായി തീർന്നു, എത്രയോ ദൈവസ്നേഹം അനുഭവിക്കുന്നവളായി തീർന്നു. നമ്മുടെയും ജീവിതത്തിലെ, വിശ്വാസ ജീവിതത്തിൽ നമുക്ക് കൂടുതൽ ദൈവസ്നേഹത്തിലേക്ക് വളരുവാനും കൂടുതൽ ദൈവ അനുഭവത്തിലേക്ക് വളരുവാനും കൂടുതൽ ദൈവത്തോടൊരു വ്യക്തിബന്ധം നമുക്ക് സ്ഥാപിച്ചെടുക്കുവാനും സാധിക്കും. പരിശുദ്ധ അമ്മയെപ്പോലെ, വിശുദ്ധ യോഹന്നാൻ സ്ലിഹായെപ്പോലെ ഈശോയുടെ മാറോട് ചേർന്ന് കിടന്നൊരു ദൈവസ്നേഹം അനുഭവിക്കുന്ന വ്യക്തിയായി മാറുമ്പോൾ നമ്മുടെയും ജീവിതത്തിൽ
ആ യേശുവിനെ മുഖാഭിമുഖം കാണുവാനും യേശുവിനോട് ചേർന്ന് നടക്കുവാനും യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാനും ആ ഉയർത്തിതനായ ഈശോയുടെ ആ സാന്നിധ്യത്തിൽ നമ്മുടെ ജീവിതവും ഉദ്ധാനത്തിൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള ഒരു ജീവിതമാക്കി മാറ്റുവാനും നമുക്ക് സാധിക്കും. അതിനുള്ള കൃപ നമുക്ക് ലഭിക്കട്ടെ. നമുക്കതിനായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മുടെ ഹൃദയം ആ ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, പാപികളെ സ്നേഹിക്കുകയും പാപികളെ പരിശുദ്ധിയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളെയും സ്നേഹിച്ച് അങ്ങയുടെ പരിശുദ്ധിയിലേക്ക് ഞങ്ങളെയും അടുപ്പിക്കുകയും ആ പരിശുദ്ധ ജീവിതത്തിൽ ഞങ്ങളെന്നും ആ ദൈവസാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ദൈവസ്നേഹം അനുഭവിച്ചുകൊണ്ട് അങ്ങയെ വിട്ടുപിരിയാതെ അങ്ങയോട് ചേർന്ന് നിൽക്കുവാനുള്ള കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് തരണമേ. പിതാവായ ദൈവമേ, അവിടുത്തെ പുത്രൻ്റെ ആ സ്നേഹം ഞങ്ങൾക്കെന്നും ശക്തിയായിരിക്കട്ടെ. പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ സാന്നിധ്യം ആ പുത്രനിലേക്ക് ഞങ്ങളെ കൂടുതൽ കൂടുതൽ അടുപ്പിക്കുവാനിടയാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം, അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. മന്ന